നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതെന്ത് സ്വഭാവം? മറ്റുള്ളവരുടെ മുമ്പിൽ ചീറ്റപ്പുലിയെ പോലെ സ്വന്തം ന്യായം നിർത്തും. എന്റെ മുന്നിൽ വന്നിരുന്ന് കരയും. അതിന്റെ എന്താ ആവശ്യമുള്ളത്? തെറ്റ് ചെയ്തവരാണ് കരയേണ്ടത്, നീയല്ല. ഇത് സങ്കടം കൊണ്ടുള്ള കരച്ചിലല്ല, സ്നേഹം കൊണ്ടുള്ള കണ്ണീര്. എന്നെ ഇത്രയധികം സ്നേഹിക്കാനും വിശ്വസിക്കാനും സാറിന് എങ്ങനെയാ പറ്റുന്നത്? ഭാര്യയെ എത്ര വിശ്വസിക്കുന്നവനാണെങ്കിലും മറ്റൊരു പുരുഷൻ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോ ഒന്ന് സംശയിക്കും. പക്ഷെ ഒരു നിമിഷാർത്ഥം പോലും സാർ എന്നെ അവിശ്വസിച്ചില്ല. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതെനിക്കറിയണം സർ. എനിക്കറിയാവുന്നതല്ലേ പറയാൻ പറ്റൂ. നീ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിധി. ഒരുപക്ഷെ നമ്മുടെ ബന്ധം തുടങ്ങിയത് ഇന്നും ഇന്നലെ ആയിരിക്കില്ല. ജന്മങ്ങളായി നമ്മൾ ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ജീവിക്കുകയായിരിക്കും. ഇനി അങ്ങോട്ടും ഒന്നിക്കാൻ ഒരുപാട് ജന്മങ്ങൾ മുമ്പിലുണ്ടാവാം. അല്ലാതെ ഞാൻ എന്താ പറയാ? എന്നിൽ എൻ്റേതല്ലാത്തൊരു നിഴൽ കൂടിയുണ്ട്. അത് നിന്റേതാണ്. ഞാൻ മാത്രം നോക്കിയാൽ കാണുന്ന നിഴൽ. ഞാനൊന്ന് നടക്കാറാവട്ടെ. നിന്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. ഇത് ഗൗതം ഗോപിനാഥിന്റെ പ്രതിജ്ഞയാ. ഈ പ്രായത്തിനുള്ളിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ മുഴുവനും എനിക്കുള്ള പരീക്ഷണങ്ങളായിരുന്നു. ഈ പ്രായത്തിനുള്ളിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല മനുഷ്യനെ എനിക്ക് സമ്മാനിക്കാനുള്ള പരീക്ഷണം. ഇത്രയും ഹൃദയാലുവായ ഒരാളെ ദൈവം അത്ര പെട്ടെന്ന് ആർക്കും നൽകില്ലല്ലോ. ദൈവം ഇനിയും എന്നെ പരീക്ഷിച്ചോട്ടെ. മിഥുനെ പോലെ 1000 പേരെ ഇനിയും എന്റെ നേർക്ക് അയച്ചോട്ടെ. എനിക്കൊരു സങ്കടവും ഇല്ല. ഏറ്റവും വലിയ സന്തോഷത്തിന് ദൈവം സാറിനെ എനിക്ക് തന്നല്ലോ. ദൈവം സമ്മാനം തന്നത് നിനക്കല്ല, എനിക്കാ. ഒരു വിഷപ്പാമ്പിന്റെ കഴുത്തിൽ താലികെട്ടാൻ പോയവനാ ഞാൻ. ആ വൃത്തികെട്ട ഇഴജന്തുവിനെ തൂക്കിയെറിഞ്ഞ് ഒരു നിധി തന്നെ എനിക്ക് ദൈവം തന്നില്ലേ? ഈ നിധിയെ കളങ്കമില്ലാതെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ക്യാഷ് ഒന്നും ഒരു വിഷയമേ അല്ല. എത്ര വേണമെങ്കിലും മുടക്കാം. പക്ഷേ ഇതിന് പിന്നിൽ ഞാനാണെന്ന് ആരും അറിയാൻ പാടില്ല. അതെ, ശരി, ജാമ്യത്തിൽ ഇറക്കിയിട്ട് വിളിക്കാം. നമ്മൾ വിചാരിക്കുന്ന നടക്കില്ല ആന്റി. ആ നിധിയും ഗൗതവും ചക്കര ഈച്ചയും പോലെ അവരെ തമ്മിൽ പിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് പറയാനാണോടി ഞാൻ നിനക്ക് ചെല്ലും ചെലവും തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്? നിന്റെ അമ്മ ആ ശൂർപ്പണക എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശിന് കയ്യും കണക്കുമില്ല. എന്നിട്ടിനി കാര്യം നടക്കില്ലെന്നെങ്ങാനും പറഞ്ഞാ നിന്റെ മുട്ടുകാല് തല്ലി ഒടിക്കും ഞാൻ. ഞാനെന്ത് ചെയ്യാനാ? നിധിക്ക് ഗൗതം ദൈവം കൊടുത്തൊരു സമ്മാനം. തിരിച്ച് ഗൗതമിന് നിധി ഒരു നിധി. എല്ലാം നമ്മുടെ ദുർവിധി. എന്ത് കണ്ടിട്ടാടി നിധിയെ വിശ്വാസമാണെന്ന് നീയും പറഞ്ഞത്? ഞാൻ ഇവിടെ അവളെ ദുർനടത്തക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ കഷ്ടപ്പെടുമ്പോ നീയും അവളുടെ സൈഡ് ചേർന്ന് എനിക്കിട്ട് പാര വെക്കുവാണോ? അയ്യോ ആന്റി, അത് ആക്ടിങ്ങാ. ആന്റിക്ക് ഇത് മനസ്സിലായില്ലേ? ഞാൻ നിധിയുടെ കൂടെയാണെന്ന് വരുത്തി തീർത്ത് അവളിലൂടെ ഗൗതമിലേക്ക് നുഴഞ്ഞു കയറാനാ എന്റെ ശ്രമം. എന്നിട്ട് നീ എവിടെ വരെ നുഴഞ്ഞു കയറി? ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലാൻ പോലും എനിക്ക് പറ്റിയില്ല. പറ്റില്ല, കാരണമേ നീ ഒരു കഴിവ് കെട്ടവളാ. നിന്റെ വീടിന് മുമ്പിൽ വന്നു നിന്ന് വായി നോക്കി നിൽക്കുന്ന പൂവാലന്മാരെ കറക്കിയെടുത്ത് മാത്രമേ നിനക്ക് പരിചയമുള്ളൂ. കൊള്ളാവുന്നൊരാണിന്റെ മനസ്സിൽ ഇടം പിടിക്കണമെങ്കിൽ കഴിവ് വേണം. നിനക്ക് തീരെ ഇല്ലാത്തതും അത് തന്നെയാ. നിനക്ക് നിന്റെ കഴിവുകേട് ശരിക്കും അറിയാം. അതുകൊണ്ടാ
നീ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എന്റെ ബുദ്ധിശക്തിയില് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആന്റിയുടെ ബുദ്ധി കൊണ്ടും കുബുദ്ധി കൊണ്ടും നടക്കാഞ്ഞിട്ടല്ലേ ആന്റി എന്റെ സഹായം തേടിയത്. ആ, അതെനിക്ക് പറ്റിയ വലിയ മണ്ടത്തരവാ. നീ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നിന്റെ അമ്മ ബിൽഡപ്പ് ഇട്ടപ്പോഴേ ഞാനതങ്ങ് വിശ്വസിച്ചു പോയി. നീ ഇവിടെ വന്നു കഴിഞ്ഞാ പവനായി ശവമായെന്ന് ഞാൻ മനസ്സിലാക്കിയത്. തള, എനിക്ക് തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഗൗതമനെ കിട്ടിയില്ലെങ്കിൽ പ്രണവിനെങ്കിലും കെട്ടി എനിക്കിവിടെ കാല് കുത്തേണ്ടതാ. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ അത് കഴിഞ്ഞു തരാം. രാക്ഷസി. എന്താടി നോക്കുന്നത്? നിനക്ക് എന്നെ തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ ഇല്ല ആന്റി. ആന്റി എന്റെ കാണപ്പെട്ട ദൈവമാ. ആന്റിയുടെ വാക്കുകൾ എനിക്ക് കൂടുതൽ പ്രചോദനാവും. ഇനി നീ കൂടുതൽ പ്രചോദിക്കൊന്നും വേണ്ട. മിഥുൻ കൊണ്ടുവന്ന മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണെന്ന് പോലീസ് നാളെ കണ്ടെത്തും. ഓ, അതിനുവേണ്ടി എറിഞ്ഞതേ ലക്ഷങ്ങളാ. അതോടെ ഗൗതം നിധിയെ വെറുത്തോളും. പിന്നെ നിന്റെ സഹായം എനിക്ക് വേണ്ടി വരില്ല. തിരിച്ചു പോകാൻ ബാഗ് റെഡിയാക്കി വെച്ചോ. കടന്നു പോ എന്റെ മുമ്പിന്ന്. ഓ ശരി ആന്റി. നിധി എന്നെ അടുപ്പിക്കാത്തതാ തളെ പ്രശ്നം. അടുപ്പിച്ചിരുന്നെങ്കിൽ ഞാനും അവളുടെ കൂടെ ചേർന്ന് നിങ്ങളെവിടുന്ന് കെട്ടുകെട്ടിച്ചേനെ. നീ എന്താടി പോന്നില്ലേ? പോയി. വസന്തരത്തള്ളേ, നിങ്ങൾക്കെന്നെ ശരിക്കും അറിയില്ല. ഒരവസരം കിട്ടിയ ഞാൻ ആദ്യം ചവിട്ടി കൂട്ടുന്നത് നിങ്ങളായിരിക്കും. ആരേത്? എന്താ അമ്മേ? നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? നിധി വല്ലതും പറഞ്ഞോ? നീതിയല്ല, ആ തള്ളയുടെ ചൊറിച്ചിലും എനിക്ക് തീരെ സഹിക്കുന്നില്ല. ആ വസന്തര പൂതനെ മിക്കവാറും ഞാൻ കൊല്ലും. പൂതനെ നമുക്ക് ഒതുക്കാം മോളെ. തൽക്കാലം അവരോട് എതിർക്കാൻ നിൽക്കണ്ട. അറിയാലോ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ നിനക്ക് കിട്ടിയ ലാസ്റ്റ് ചാൻസാ ഇത്. അല്ല, മിഥുൻ അവിടെ വന്നിട്ട് എന്തായി? ആ ടെൻഷൻ താങ്ങാൻ വയ്യാതെ ഞാൻ വിളിച്ചത്. അയാൾ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായില്ല. പോലീസുകാർ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഓ, 4 ഇടി കൊള്ളുമ്പോ എന്റെ പേര് വിളിച്ചു പറയുന്ന എന്റെ പേടി. ഏയ്, അതില്ല. കൂടെ നിൽക്കുന്നവരെ അവൻ ഒറ്റുകൊടുക്കില്ല മോളെ. എന്തായാലും ഗൗതം ഇപ്പോഴും ആ നിധിയുടെ സാരിത്തുമ്പില. ഒരു സംശയമില്ലത്രേ. ഇങ്ങനൊരു പെൺകൊന്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്ത് ചെയ്യാന്? നിധിയുടെ ഭാഗ്യം. ആ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഞാൻ വല്ല സ്വിറ്റ്സർലാൻഡിലോ ബാങ്കോക്കിലോ ഒക്കെ സെറ്റിലായേനെ. പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ അമ്മേ. നഷ്ടപ്പെട്ട ഗൗതമിനെ വെട്ടിപ്പിടിക്കണം മോളെ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മുടെ പ്ലാനേ വർക്കൗട്ട് ആവില്ല. നിധിയും ഗൗതമിനെയും തമ്മിൽ പിരിക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷേ പ്ലാൻ ബി നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പ്രണവിന് എന്നോട് താല്പര്യം കൂടിയിട്ടുണ്ട്. ദേ, നീ അവനുമായി പ്രേമത്തിലൊന്നും ചെന്ന് ചാടരുത്. അവനേക്കാളും നല്ല പുളിങ്കോമ്പാ ഗൗതം. ഗൗതം സ്വന്തമായി ഉണ്ടാക്കിയ സ്വത്തും വസുന്ധര ഉണ്ടാക്കിയ സ്വത്തും രണ്ടുപേരും കൂടി ഇനി ഉണ്ടാക്കാനിരിക്കുന്ന സ്വത്തുക്കളും നമ്മളൊരു ഖനി സ്വന്തമാക്കിയ പോലെ തോന്നുന്നു. പക്ഷെ ഗൗതം വീഴണ്ടേ അമ്മേ? വീഴ്ത്തണം മോളെ. നിധി ഒഴിവായ അവൻ വീഴും. എന്നാലും ഗൗതമിന് എന്നോട് വെറുപ്പാ അമ്മേ. ഓ, എന്തോന്ന് വെറുപ്പ്? അതൊക്കെ മാറിക്കോളും. നിങ്ങൾ തമ്മിൽ ചേരും. അവൻ 2ാം കെട്ട്, നീ ഒരുത്തന്റെ കൂടെ ചാടിപ്പോയവളും. രണ്ടാൾക്കും ഇതിലും നല്ല ബന്ധം വേറെ കിട്ടാനില്ല. അമ്മ ഇങ്ങനെ നിർത്തി അപമാനിക്കല്ലേ. ഞാൻ നല്ല 916 കന്യകയാണെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ ഇല്ലേ? ഒക്കെ ശരി തന്നെ. പിന്നെ നിന്റെ ശ്രദ്ധ കൂടുതൽ ഗൗതമിൽ തന്നെ ആയിരിക്കണം. പ്രണവ് വെറും സ്റ്റെപ്പിനിയാ. ഗൗതം എന്ന ടയർ പഞ്ചറായാൽ മാത്രം എടുക്കുന്ന സ്റ്റെപ്പിനി. അത് ഓർമ്മ വേണം. ശരി അമ്മ, ഞാൻ സൂക്ഷിച്ചോളാം. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആ ഓക്കെ. ദേവി, ശിവാനിക്ക് ഗൗതമിനെ തന്നെ കൊടുത്താൽ ഞാനൊരു താലി സമർപ്പിച്ചോളാം. അതും 1 പവൻ സ്വർണത്തിൽ. ഏയ്, അത്രയൊന്നും വേണ്ട. 1 ഗ്രാമില് മതി. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? 1/2 ഗ്രാമായാലും കുഴപ്പമൊന്നുമില്ല. ഓ, എല്ലാ സ്വർണത്തിന്റെ ഉടമയായ ദേവിക്ക് എന്തിനാ ഈ പാവങ്ങളുടെ സ്വർണം?
ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാ അവളെ വിശ്വസിക്കുന്ന ഭർത്താവ്. ആ കണക്കിന് നോക്കിയാ ഞാൻ ഇരട്ടി ഭാഗ്യമുള്ളവളാ. എന്റെ ഭർത്താവ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വീട്ടുകാരും വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇതിനപ്പുറം ഒരു ഭാര്യയ്ക്ക് മറ്റൊന്നും വേണ്ടമ്മേ. അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. നിന്നെ ചതിച്ചത് ആരാണെന്ന് കണ്ടെത്തണം മോളെ. ഈ വീട്ടിൽ ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് നിന്റെ ഫോൺ എടുത്ത് ആരോ മിഥുന് മെസ്സേജ് അയച്ചു. അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഈ ചതി ചെയ്ത ആളെ കണ്ടെത്തിയ മിഥുനു പിന്നിലുള്ള ശത്രു ആരാണെന്ന് തെളിയും.